ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫാർമസിസ്റ്റിൻ്റെ നിയമനമാണ്. മക്കരപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റോപ്പ് ഗ്യാസ് അറേഞ്ച്മെൻറ്റായി ഒരു ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട്. ഇതിനായുള്ള അഭിമുഖം ഒക്ടോബർ 1 11:30 മകരപ്പറമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജോലി താല്പര്യമുള്ളവരാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച ബയോഡേറ്റയും യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളും സഹിതം പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂവിന്. ഉദ്യോഗാർത്ഥികൾ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള D.Pharm, B.Pharm ബിരുദം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം. അടുത്തത് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി നിയമനം. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയിൽ നിയമിക്കുന്നുണ്ട്. SSLC ഗവൺമെൻറ് മെഡിക്കൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ബിരുദാനന്തര ബിരുദം, മെഡിക്കൽ റെക്കോർഡ് സയൻസിൽ ഡിപ്ലോമ ബിരുദം ഉണ്ടായിരിക്കണം. 2 വർഷത്തിലധികം പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സിൽ കവിയരുത്. പാർസൽ സർട്ടിഫിക്കറ്റുമായിട്ട് അതിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 രാവിലെ 10:30 വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ ചേംബറിൽ എത്തേണ്ടതാണ്. ഫോൺ നമ്പർ 049362522229. അടുത്തത് പാത്തോളജിസ്റ്റിൻ്റെ ഒഴിവാണ്. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ പാത്തോളജിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഒക്ടോബർ 5 രാവിലെ 10. കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ജില്ലാ ആരോഗ്യ കേരളം ഓഫീസിലാണ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 0467220946. അടുത്തത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിൽ ഡോക്ടറുടെ ഒഴിവ് വന്നിട്ടുണ്ട്. കാസർഗോഡ് ദേശീയാരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ ആൻഡ് ഡെർമറ്റോളജി ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഒക്ടോബർ 5 രാവിലെ 10 കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ജില്ലാരോഗ്യ കേരളം ഓഫീസിൽ നടക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0467220946 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തതും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കേരള വനം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നുണ്ട്. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് www.forest.kerala.government.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അടുത്തത് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അഭിമുഖം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ KGDA പ്രിന്റിംഗ് ടെക്നോളജി പാർട്ട് ടൈം പോസ്റ്റ് പ്രൈസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സിലേക്ക് ഇൻസ്ട്രക്ടർ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം സെപ്റ്റംബർ 30 രാവിലെ 10 കോളേജിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. അടുത്തതെന്ന് പറയുന്നത് ഇൻസ്ട്രക്ടറുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അത് 29 വാമനപുരം സർക്കാർ ITIയിൽ പ്ലംബർ ട്രേഡിൽ ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ താൽക്കാലിക ഇൻസ്ട്രക്ടറുടെ ഒഴിവിൽ അഭിമുഖം നടത്തുന്നു. സെപ്റ്റംബർ 29 രാവിലെ 10:30 അഭിമുഖം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത സർട്ടിഫിക്കറ്റുകളും അവയുടെ ശരിപകർപ്പുകളും സഹിതം അന്നേ ദിവസം ഓഫീസിൽ ഹാജരാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0472296770 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തത് സെക്യൂരിറ്റി നിയമനമാണ്. ഹോസ്പിറ്റലിലാണ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി തസ്തികയിലേക്ക് നിയമനത്തിന് വേണ്ടി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സൂപ്രണ്ട് ജനറൽ ആശുപത്രി, കാഞ്ഞിരപ്പള്ളി, കുന്നുംഭാഗം PO എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 30 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭിക്കണം. അടുത്തത് ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവാണ്. ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ഹെൽത്ത് സെൻ്ററിൽ NCD പ്രോജക്റ്റ് മുഖേന ലാബ് ടെക്നീഷ്യൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഏറ്റുമാനൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് ഏറ്റുമാനൂർ KMCHC കോൺഫറൻസ് ഹാളിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കും. DMLT, BSc, MLT, പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകാരം, DME തത്തുല്യം എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ
അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 048125355753. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇരിട്ടി, കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നു. അപേക്ഷകർ ഇരിട്ടി, കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. M.Com ടാലിയാണ് യോഗ്യത. 22 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകൾ ആയിരിക്കണം. ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ 5 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കണം. ഇരിട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ CDS ഓഫീസിലും, കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് CDS ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDS ഓഫീസുമായി ബന്ധപ്പെടുക. കോഴിക്കോട് സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും നിയുക്തി മെഗാ ജോബ് ഫെയർ നടത്തുന്നുണ്ട്. ഒക്ടോബർ 5 വെസ്റ്റ് ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിൽ IT, ഓട്ടോമൊബൈൽ, സെയിൽസ്, എഡ്യൂക്കേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ മേഖലയിൽ 50ഓളം കമ്പനികളാണ് പങ്കെടുക്കുന്നത്. 2000ഓളം ഒഴിവുകളുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടാകും. ഫോൺ നമ്പർ 0495237017 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തത് കോഴിക്കോട് മേഖലയിലെ നികുതി മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നത് ജോബ് സീക്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന ലോഗിൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോമിൽ ഫിൽ ചെയ്യാവുന്നതാണ്. അതിൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനിയുള്ള വേക്കൻസി കാണാൻ വീഡിയോ മുഴുവൻ കാണുക.